ഹലോ ഡിയേഴ്സ്, നമ്മളിന്നൊരു അക്രിലിക് കളർ പെയിൻറ്റിങ് ട്യൂട്ടോറിയലാണ് കാണിക്കാൻ പോകുന്നത്. അക്രിലിക് കളർ പെയിൻറ്റിങ് ചെയ്യുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. പെയിൻറ്റ് വളരെ വേഗത്തിൽ ഡ്രൈ ആവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബ്ലെൻഡിങ് എത്രയും വേഗം നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബ്ലെൻഡിങ് ഓൺ ദി പാലറ്റ് എന്നുള്ള മെത്തേഡ്, അതായത് പാലറ്റിൽ വെച്ച് തന്നെ പെയിൻറ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വളരെ ഒരു ഫിനിഷിങ്ങോടുകൂടി പെയിൻറ്റിങ് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ മെത്തേഡാണ് ഞാനിന്ന് അപ്ലൈ ചെയ്യുന്നത്. ഞാനിന്നൊരു ഗ്രാസിൻ്റെ അതായത് കുറച്ച് പുല്ലുകൾ എങ്ങനെ ഈ ബ്ലെൻഡിങ് മെത്തേഡിലൂടെ ചെയ്യുന്നു എന്ന് കാണിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 300 GSMൻ്റെ ഒരു പേപ്പറും ഡോംസിൻ്റെ ഫ്ലാറ്റ് ബ്രഷും എടുത്തിട്ടുണ്ട്. ഗ്രാസ് വരയ്ക്കേണ്ട ഭാഗത്ത് ആദ്യം ഡാർക്ക് ഗ്രീൻ അപ്ലൈ ചെയ്യുകയാണ്. ഇത്രയും ഭാഗത്താണ് ഗ്രാസ് വരേണ്ടത്. അപ്പം നമ്മളിവിടെ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ മിക്സ് ചെയ്ത് ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കി ഇവിടെ അപ്ലൈ ചെയ്യണം. അക്രിലിക് കളർ പെയിൻറ്റ് ബോട്ടിൽ വാങ്ങുമ്പോൾ ഇതുപോലെ സീല് റിമൂവ് ചെയ്യാതെ, മുഴുവനായി റിമൂവ് ചെയ്യാതെ ഒരു ഹോൾ മാത്രം ഉണ്ടാക്കി അതിലൂടെ സ്ക്യൂസ് ചെയ്ത് പെയിൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ആ പെയിൻറ്റ് ബോട്ടിലിനുള്ളിൽ ഡ്രൈ ആവാതെ നിൽക്കും. ഇനി ഇവിടെ യെല്ലോ ആൻഡ് ഗ്രീൻ ബ്ലെൻഡ് ചെയ്യാണ് പാലറ്റിൽ വെച്ച്. ബ്രഷിൻ്റെ രണ്ട് സൈഡിലും കളർ വേറെ വേറെ കളർ എടുത്ത് രണ്ടും ചേർത്ത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നു. രണ്ട് രീതിയിൽ ബ്രഷ് മൂവ് ചെയ്യാം. ഒന്നിങ്ങനെ രണ്ട് ബ്രഷ് തിരിച്ചും മറിച്ചും ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. യെല്ലോ മുകൾ ഭാഗത്തും ഗ്രീൻ താഴെ ഭാഗത്തും വരുന്ന രീതിയിൽ ബ്രഷ് പിടിച്ച് ഇതുപോലെ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്നും താഴേക്കായിരിക്കണം ബ്രഷ് വലിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ യെല്ലോ വരുന്ന ഭാഗം സോഫ്റ്റായിട്ടും താഴേക്ക് വരുമ്പോൾ കുറച്ച് അമർത്തിയും പ്രസ് ചെയ്ത് പുല്ലിൻ്റെ ആ ഒരു എഫക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് പ്രാക്ടീസിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. ഈ ഭാഗത്തുള്ള ഗ്രാസുകൾ നമ്മൾ ചെയ്യുമ്പോൾ ബ്രഷ് അധികം വലിക്കേണ്ട ആവശ്യമില്ല. താഴേക്ക് വരുന്തോറും ബ്രഷ് കുറച്ച് നീട്ടി വലിച്ച് പുല്ല് കുറച്ച് നീളത്തിൽ വരുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഫ്ലാറ്റ് ബ്രഷും ആംഗിൾ ബ്രഷും ഇതിന് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഭാഗത്ത് താഴെ ഭാഗത്ത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള പുല്ല് വരുന്ന രീതിയിൽ ബ്രഷ് വലിച്ച് ചെയ്യുക. കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടി യെല്ലോയും ഗ്രീനും കൂടാതെ വൈറ്റും കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ചിത്രത്തിന് ഫിനിഷിങ് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ഒരു എഫക്റ്റ് വരുന്നതായിരിക്കും.
അങ്ങനെ നമ്മുടെ ഈ ഗ്രാസിൻ്റെ ഈ ഭാഗം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഗ്രാസിന് മുകളിലായി സ്കൈയും ക്ലൗഡും കൊടുത്തിട്ടുണ്ട്. വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോകും, അതുകൊണ്ടാണ് ആ പാർട്ട് കാണിക്കാതിരുന്നത് ഇവിടെ. ഫ്ലവറിൻ്റെ പെയിൻറ്റിങ്ങിന് വേണ്ടി ഞാനിവിടെ ഡാർക്ക് മജന്തയും ബ്ലാക്കും ചേർത്ത് ബ്ലെൻഡ് ചെയ്യാണ്. ഇവിടെ ഈ ഫ്ലവർ പെറ്റൽ വളരെ ബ്രോഡ് ആൻഡ് ലെങ്തി ആയതുകൊണ്ട് തന്നെ ബ്രഷ് നന്നായി അമർത്തി നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അക്രിലിക് പെയിൻറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷിൻ്റെ ക്വാളിറ്റി, പെയിൻറ്റിൻ്റെ ക്വാളിറ്റി, കൺസിസ്റ്റൻസി, ഉപയോഗിക്കുന്ന സർഫസ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഒരുപോലെ തന്നെ ചേർന്ന് വരികയാണെങ്കിൽ മാത്രമായിരിക്കും ആ പെയിൻറ്റിങ്ങിനൊരു ഫിനിഷിങ് വരികയുള്ളൂ. ഇനി താഴെയുള്ള പെറ്റൽ വരയ്ക്കുമ്പോൾ അതൊന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് വൈറ്റ് ഇതിനോടുകൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ റെഡ് മജന്ത കളറിനോടൊപ്പം വൈറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. പാലറ്റിൽ വെച്ച് കളേഴ്സ് ബ്ലെൻഡ് ചെയ്ത് ഫ്ലവേഴ്സ് വരയ്ക്കുന്ന ഒരുപാട് വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിത്രം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.